Today's headlines brought to you by Malabar Gold and Diamonds. വിഷുസദ്യയുടെ വൈവിധ്യവും ക്രിസ്മസ് കേക്കിന്റെ മധുരവും മലബാർ ബിരിയാണിയുടെ മനം മയക്കുന്ന രുചിയും ഒരേപോലെ ആസ്വദിച്ച് വളർന്നത് മലയാളികളിൽ മതേതരത്വം ഊട്ടിയുറപ്പിക്കുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ ഭക്ഷണ സൽക്കാരവും ഒത്തുചേരലും കൊണ്ട് സാധിക്കുമെന്ന് നമുക്കറിയാം. ഇഫ്താർ പാർട്ടികൾ പ്രശസ്തമാക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. നാടും വീടും വിട്ട് പ്രവാസികളായി കഴിയുമ്പോൾ ഉറ്റവരുടെ സ്ഥാനത്താണ് ചുറ്റുമുള്ള ഓരോരുത്തരും. അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നും സ്ഥാനമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ റംസാൻ വ്രതാനുഷ്ഠാനത്തോടനുബന്ധമായ നോമ്പുതുറയിൽ മറ്റ് മതസ്ഥരെ കൂടി ഉൾച്ചേർത്ത് അമേരിക്കയിലെ മുസ്ലിം ഇന്റർഫെയ്ത്ത് ഇഫ്താർ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്തപ്പോഴാണ് അവർ നൽകിയ സ്നേഹത്തിന് പ്രത്യുപകാരം എന്നോണം മറ്റൊരു സ്നേഹവിരുന്ന് നൽകുന്നതിനെക്കുറിച്ച് അനിൽ പുത്തൻചിറ ആലോചിച്ചത്. എന്നാൽ 2025 നോമ്പുകാലത്ത് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇഫ്താർ പാർട്ടി നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ 100-ലധികം പേരുടെ ഒത്തുചേരലിന്റെ ആഹ്വാനമാണ് നടത്തിയതെന്ന് ഓർത്തിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. This news reel is brought to you by Malabar Gold and Diamonds.